Jesus, covered him of the Spirit, moving my life for God, Father. That every house, every one of you, Hallelujah. every one of us, Hallelujah. be filled with the love of the Father, യേശുവിന്റെ നാമത്തിൽ grace of our Lord Jesus, ഹല്ലേലൂയ. communion of the powerful Holy Spirit. യേശുവേ ആരാധന. ഹല്ലേലൂയ. Jesus, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. life of God. പ്രിയപ്പെട്ട ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബലിന്റെ ലോകം മുഴുവനുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും All the participants, those who are joining globally tonight, ഈ രാത്രിയിലെ ആത്മീയ ശുശ്രൂഷയിലേക്ക് യേശു നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. you are welcome to today's live evening sessions. ഈ രാത്രിയിൽ ദൈവം നമ്മളോട് വ്യക്തിപരമായിട്ട് ഇടപെടുന്ന മണിക്കൂറുകളാണ്. These are the hours Jesus is going to deal with you very personally, individually. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും സ്വീകരിക്കുവാൻ നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ. Holy Spirit is making us worthy to receive all the promises through Holy Spirit. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന എല്ലാ നന്മകളും അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ശുശ്രൂഷ നമ്മളെ സഹായിക്കട്ടെ. This ministry is helping you to get into the inheritance which we have been received through the finished work of Jesus on the cross. ഒരു വ്യക്തി ഈശോയുടെ പൂർത്തീകരണ പ്രവൃത്തിയെക്കുറിച്ച് അറിയും തോറും അവൻ്റെ ജീവിതത്തിൽ അവൻ പൂർണ്ണതയിലേക്ക് പ്രാപിച്ചുകൊണ്ടിരിക്കും. More you know the finished work of Jesus, the tetelestai message, you are walking into the fullness of Christ. ഈ ഭൂമിയിലെ ഒന്നിനും അവനെ തകർക്കുവാനോ പരാജയപ്പെടുത്തുവാനോ നിരാശപ്പെടുത്തുവാനോ സാധിക്കില്ല. Nothing in this world can destroy him or hurt him when you are growing in the knowledge of the finished work of Jesus. അവന്റെ ജീവിതത്തിൽ അവൻ ഒരു വ്യക്തിക്ക് മാത്രമേ കീഴ്പ്പെടുകയുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. He will be depending only on Jesus. യേശു ക്രിസ്തുവിലൂടെ ദൈവം നൽകിയിരിക്കുന്ന സകല നന്മകളും സ്വീകരിക്കുവാൻ ഇന്നത്തെ ദിവസം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറന്നു തരട്ടെ. Prepare our heart and mind to receive all that the blessings that is given through Holy Spirit. നമ്മളെ തന്നെ ഈ രാത്രിയുടെ യാമങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കാം. Let us surrender ourselves for the word of God. നമ്മുടെ ആത്മാവ്, മനസ്സ്, ശരീരം ഇതിന്റെ പരിപൂർണ നിയന്ത്രണം ദൈവകരങ്ങളിലേക്ക് നമുക്ക് Let വിട്ടുകൊടുക്കാം. our body, soul and spirit be completely tuned to the Holy Spirit. ഇന്ന് ലോകം മുഴുവൻ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും യേശുവിന്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ വചനത്താലും അവിടുത്തെ രക്തത്താലും ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ദേഹം ആത്മാവിനെ പൂർണ്ണമായിട്ട് കഴുകട്ടെ. Holy Spirit may wash and cleanse each and every one those who are joining this special live from Tetelestai Center. വിശ്വാസത്തോടെ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന ഈ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അത്ഭുതകരമായ ദൈവിക സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. In the beginning of the session itself, let the Holy Spirit may wash you and cleanse you, and you may taste and see the presence of Jesus in you. തളർന്നു കിടക്കുന്ന അനേക ഹൃദയങ്ങൾ ഇന്ന് പ്രത്യാശ കൊണ്ട് നിറയും. Every heart being encouraged. ഒരിക്കലും നമുക്ക് ഇനി രക്ഷയില്ല എന്ന് കരുതുന്ന നിത്യരോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയുടെ യാമങ്ങളിൽ പൂർണ്ണ സൗഖ്യമുള്ളവരായിട്ട് മാറും. I am sick and I have no hope, I'm hopeless. All those situations may fill with the joy of the Lord and the knowledge of the finished work of Jesus. ഈ കാലഘട്ടത്തിൻ്റെ ചില സമ്മർദ്ദങ്ങളിൽ പെട്ട് ദൈവവിശ്വാസത്തിൽ നകന്നു പോയിരിക്കുന്ന, ദൈവസ്നേഹത്തിൽ നകന്നു പോയിരിക്കുന്ന, സഹോദര സ്നേഹത്തിൽ നകന്നു പോയിരിക്കുന്ന അനേകം വ്യക്തികൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന മണിക്കൂറുകളാണ് തുടർന്ന്. Holy Spirit may lead many of us into the knowledge and the truth of the brotherly love. Maybe the circumstances around us
may lead us, may made us away from the knowledge of Christ. Let the Christ and the love of Christ may unite us together with Christ today. ഈ പുതിയ ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ ഇതാ ഇപ്പോൾ ഈശോയുടെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ്. തകർന്ന് കിടക്കുന്ന കുടുംബങ്ങളുടെ മേൽ, അനൈക്യത്തിൽ കിടക്കുന്ന അനേകം കുടുംബ ബന്ധങ്ങളെ ഈശോ ഇന്ന് പുനരുദ്ധരിക്കുന്ന, ഐക്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ദിവസം. This is the first message Holy Spirit is giving. Tonight is the night Holy Spirit is restoring relationships. ദമ്പതികളെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാ ബന്ധങ്ങളും ഇന്ന് കർത്താവ് ഉരുക്കി ചേർക്കുന്ന, കൂട്ടിച്ചേർക്കുന്ന, അകന്നുപോയ സകല ബന്ധങ്ങളും പുനരുദ്ധരിക്കുന്ന പുതിയ ദിവസത്തിന്റെ അഭിഷേകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Every scattered relationship may collected together and restored, reconciled and restored in the mighty name of Jesus. ഇന്നത്തെ സെക്ഷൻ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ചില ബോധ്യങ്ങൾ അനുസരിച്ച് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. Tonight it is going to be a group discussion and personal prayer for you. അനേക കാലമായി ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ശുശ്രൂഷയ്ക്ക് വെല്ലുവിളികളായിട്ട് അനേകര് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതുമായിട്ടുള്ള ചില വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. This is the place where we discuss the challenges we face, we discuss and we sort it out so that it will help you to move into the real depth of the word of God. ബഹുമാനപ്പെട്ട സജിത്ത് ബ്രദർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ബ്രദറിലൂടെ നമ്മളുടെ അനേകരുടെ സംശയങ്ങൾ ഇന്ന് ദൂരീകരിക്കുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന്, ഈശോയോട് പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, Hail Mary, full of grace, the Lord is with thee. Blessed art thou among women, blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and the hour of our death. Amen. Glory be to നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ബഹുമാനപ്പെട്ട സജിത്ത് ബ്രദറെ, ഒത്തിരി ദിവസങ്ങളായിട്ട് നമ്മൾ ഇന്ന് ഒരുമിച്ച് ഇവിടെ ഇരിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്. ബ്രദർ വളരെ തിരക്കിലായിരുന്നു. കേരളത്തിന് വെളിയിലും മറ്റ് ഇന്ത്യക്ക് വെളിയിലൊക്കെയുള്ള ശുശ്രൂഷകളിലായിരുന്നു. ഞാൻ ബ്രദറുള്ള സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയായിരുന്നു. After a long time, we are getting in a group discussion. Brother Sajid was very busy all these days. After last time we are here, now we are. Brother Pramod has a serious matter to discuss with him. That's what he is going to ask him now. എന്താന്ന് വെച്ചാൽ ബ്രദറെ, നമ്മൾ അനേക നാളുകളായിട്ട് ശുശ്രൂഷ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. അനേക ശുശ്രൂഷകര് പങ്കുവെക്കുന്ന ഒരു വചനഭാഗമാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച കർത്താവിശ്വംശയുടെ സുവിശേഷം 12-ാം അധ്യായം 49 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. അനേകർക്ക് സംശയമുണ്ടാക്കുന്ന, അനേകർക്ക് അതൊരു ക്ലാരിറ്റി ആവശ്യമുള്ള ഒരു മേഖലയാണ്. So Brother Pramod is asking about Luke chapter 12 verse 49. So he is also having a doubt about this verse. That's why he is asking about what is the deep meaning and the clarification about this verse. സാധാരണ രീതിയിൽ ഒരാൾ ഈ വചനം വായിച്ചു കഴിഞ്ഞാൽ അത് ഗ്രഹിക്കുവാനോ അതിനെ സംബന്ധിച്ച് മറ്റൊരാൾ ഒരു സംശയം ചോദിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനോ സാധിക്കാതെ പലരും ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വചനഭാവം ഒന്ന് വായിക്കട്ടെ ബ്രദറെ. So normally when we read this verse, everyone when the reading time we are getting confused and we are getting doubted about this verse. So let's discuss about this. Brother is going to read that verse. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49 മുതൽ ആരംഭിക്കുന്ന വചനഭാഗങ്ങളുടെ ഹെഡിങ് എന്ന് പറയുന്നത് ഇതാണ്: സമാധാനമല്ല ഭിന്നതകൾ. So the verse is Luke chapter 12 verse 49 is going to be read. The heading is Jesus, the cause of division. സമാധാനമല്ല ഭിന്നതകളാൽ യേശു ഭിന്നിപ്പിന്റെ കാരണമാണെന്നുള്ളത്. 49 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുമ്പോഴും ഞാൻ എത്ര ഞെരുങ്ങുന്നു.
ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. So the verse Luke chapter 12 from 49 to 51 we are going to read. I came to bring fire to the earth, and how I wish it were already kindled. I have a baptism with which to be baptized, and what stress I am under until it is completed. Do you think that I have come to bring peace to the earth? No, I tell you, but rather division. ഈ വചനം വായിക്കുന്ന ഏതൊരാൾക്കും വളരെ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വചനമാണ്. ഇതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? So all time when we are reading this verse, it's getting very confused and very doubtful. So what's your opinion about these verses? Actually, when we speak this Luke chapter 12 verses 49, most of us will fallen in doubt. Is this seriously Jesus is talking? കാരണം ഈ ലൂക്കാ സുവിശേഷം 12-49 വാക്യം എപ്പോൾ നമ്മൾ വായിച്ചാലും നമ്മൾ എത്രയും വേഗം എപ്പോഴും സംശയത്തിൽ ആവുന്നത് യേശുവാണോ ഇത് പറയുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. How can Jesus say all this? യേശുവിന് എങ്ങനെ ഇത് പറയാൻ സാധിക്കും? Verse 51 goes like this. Do you think that I have come to bring peace to earth? 51 വാക്യം പറയുന്നത് ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. Jesus says no. I tell you, but rather division. യേശു പറയുകയാണ്, അല്ല ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. So how can we believe that Jesus brought division instead of spreading peace? സമാധാനം പ്രസംഗിക്കേണ്ടതിന് പകരം അല്ലെ സമാധാനം കൊടുക്കേണ്ടതിന് പകരം എങ്ങനെയാണ് ഭിന്നത കൊണ്ടുവരാൻ യേശു തയ്യാറാവുക, യേശുവിന് സാധിക്കുക എന്നുള്ളതാണ്. Brother Pramod asked this question, but this is our question. Yes. This is your question as well. ബ്രദർ പ്രമോദ് നമുക്ക് വേണ്ടിയാണ് ഈ ചോദ്യം ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. Jesus himself said, my peace I give you. This is not the peace the world gives. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന്. And same Jesus is saying here, അതേ യേശു തന്നെ ഇവിടെ പറയുകയാണ്, do you think I have come to bring peace to the earth? No. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല. I tell you, but rather division. ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. How we can understand this context and what is the real meaning of it? ഇതിന്റെ സാഹചര്യം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കൃത്യമായ അർത്ഥം എന്താ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? We have to start our reading from verse number 49. 49 വാക്യത്തോട്ട് നമ്മൾ അത് വായിച്ചു നോക്കണം. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. Jesus says, I came to bring fire to the earth. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നതെന്നാണ് യേശു പറയുന്നത്. What kind of fire Jesus is bringing? എന്ത് തരത്തിലുള്ള അഗ്നിയാണ് യേശു ഇവിടെ കൊണ്ടുവരുന്നത്? Yesterday we were discussing about the baptism Jesus has to undergo. യേശു കടന്നുപോയ സ്നാനത്തെ പറ്റി നമ്മൾ ഇന്നലെ പഠിച്ചു. Today Jesus is talking about a fire he is going to bring. യേശു ഇന്ന് നമ്മൾ കേൾക്കുന്നത് യേശു കൊണ്ടുവരുന്ന തീയെ പറ്റിയാണ്, അഗ്നിയെ പറ്റിയാണ്. And Jesus says, and how I wish it were already kindled. അത് നിവൃത്തിയാവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്ന് verse 49 second part. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് യേശു പറയുകയാണ്. So Jesus wish that fire should already kindle. യേശു ആഗ്രഹിക്കുകയാണ്, Fire were already kindled. യേശു ആഗ്രഹിക്കുകയാണ്, യേശു ഇത് പറയുന്ന സമയം തന്നെ ആ തീ ഇപ്പോൾ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. So 3 indications we are getting here. 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാവും. Jesus want to bring the fire. യേശു അഗ്നിയെ കൊണ്ടുവരാനും, but that fire was not here when Jesus was here in this earth. യേശു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ആ തീ ഇവിടെ ഇല്ലായിരുന്നു. Jesus wish it could kindle already. യേശുവിന് ആഗ്രഹമാണ് ആ സമയം തന്നെ അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. Then what is this fire? അപ്പോൾ എന്താണ് ഈ തീ എന്ന് പറയുന്നത്? This fire only makes divisions. Okay. ഈ തീയാണ് ഭിന്നത കൊണ്ടുവരുന്നത്. That's why in 51 verses it says, ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. 52 ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. One family, 5 will be there and 5 will be dividing each other. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടായിരിക്കും, എന്നാൽ 5 പേരും ഭിന്നിച്ചായിരിക്കും ആയിരിക്കുന്നത്. Hallelujah. Hallelujah. 3 against 2 and 2 against 3. 3 പേർ 2 പേർക്കെതിരായും
രണ്ടുപേർ മൂന്ന് പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. So when this fire comes into a family, ഒരു കുടുംബത്തിലേക്ക് ഈ അഗ്നി വന്നു കഴിയുമ്പോൾ, suppose if there is 5 members, അവിടെ 5 പേരുണ്ടെന്നിരിക്കട്ടെ, 3 will be in one group and 2 will be in another group. They will fight each other. 3 പേര് ഒരു ഗ്രൂപ്പായും 2 പേർ മറ്റൊരു They will ഗ്രൂപ്പായും, divide each other. They will divide each other. അങ്ങനെ രണ്ടായി അവർ ഭാഗപ്പെടും. Hallelujah. ഹല്ലേലൂയ. This fire Jesus is bringing. Can you imagine? ഈ തീ യേശുവാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കത് സങ്കല്പിക്കാൻ സാധിക്കുമോ? We can't say Jesus is bringing such a fire. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല യേശു ഇങ്ങനെ ഒരു ഭിന്നിപ്പിക്കുന്ന തീയെ കൊണ്ടുവരുമെന്നുള്ളത്. So 53 says, 53-ാമത്തെ they വാക്യം, will be divided against father against son, and son against father, mother and against daughter, and daughter against mother. Mother-in-law is against daughter-in-law, and daughter-in-law is against mother-in-law. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കെതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. So this is, വീട്ടിലുള്ള എല്ലാവരും തമ്മിൽ every member in the family is dividing each other. ഒരു കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ Fighting each other, dividing themselves. തമ്മിൽ വഴക്കടിക്കുകയും ഭിന്നിക്കുകയും ചെയ്യപ്പെടുന്നു. This is the fire. When this fire comes, this will happen. തീ വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നു. And Jesus says, I am going to bring that fire. യേശു പറയാണ്, ഈ തീയെ ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്. I wish it were already kindled. എന്നാൽ അത് ഇപ്പോൾ തന്നെ ഉണ്ടായിരുന്നെങ്കിലും യേശു ആഗ്രഹിക്കുകയാണ്. So it is not there when Jesus was saying it. യേശു ഇത് പറയുമ്പോൾ ആ സമയത്ത് ആ തീ ഇല്ലായിരുന്നു. Jesus wished it could be there. യേശു ആഗ്രഹിക്കുകയാണ് അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. But Jesus says, I will bring division. എന്നാൽ യേശു പറയാണ്, ഞാൻ ഭിന്നിപ്പ് കൊണ്ടുവരാനാണ് വന്നിരിക്കുന്നത്. What is this fire? എന്താണ് ഈ തീ എന്ന് പറയുന്നത്? What is this fire? That's the basic question brother asked. ബ്രദർ ചോദിച്ച ആ ചോദ്യത്തിന്റെ അടിസ്ഥാന ചോദ്യം This അതാണ്. fire caused division. ഈ തീ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ കാരണമാവുന്നു. This fire caused division and fight. ഈ തീ കാരണം ഭിന്നിപ്പും വഴക്കും ഉണ്ടാവുന്നു. So what is this fire? എന്താണ് ഈ തീ എന്നുള്ളത്? This fire, according to the church fathers and their writing, this fire is the zeal and zealous towards God. അത് സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് പോലെ ഈ തീ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അഗാധമായ തീഷ്ണതയെ പറ്റിയാണ് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. This is the fire. ഇതാണ് തീ എന്ന് പറയുന്നത്. You will be receiving the fire. That means you will be receiving a zeal, you will be zealous for God. നിങ്ങൾ ഈ തീയെ സ്വീകരിക്കും, അല്ല നിങ്ങൾ ഈ തീയാൽ സ്നാനപ്പെടുമെന്ന് യേശു പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തോട് അഗാധമായ തീഷ്ണത ഉണ്ടാവുമെന്നുള്ളതാണ്. But then why Jesus saying it is, I wish it were already kindled. അപ്പൊ എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് അപ്പോൾ തന്നെ, യേശു ഇത് പറയുമ്പോൾ തന്നെ അത് ഉണ്ടായിരുന്നെങ്കിലെന്ന്? Those sleeping disciples, ആ ഉറങ്ങിക്കൊണ്ടിരുന്ന ശിഷ്യന്മാർ, they have no fire inside. അവർക്ക് അവരുടെ ഉള്ളിൽ തീ ഇല്ലായിരുന്നു. Fire has to come. തീ വരണമായിരുന്നു. When fire comes, തീ വന്നപ്പോൾ they will be zealous for അവർക്ക് God. തീഷ്ണതയുണ്ടായി. ഹല്ലേലൂയ. Their zeal will increase. അവരുടെ തീഷ്ണത ഉള്ളിൽ വർദ്ധിക്കാൻ ആരംഭിച്ചു. This fire is the zeal for God. ദൈവത്തിന് വേണ്ടിയുള്ള തീഷ്ണതയാണ് തീ എന്ന് പറയുന്നത്. This fire is actually, when we study about this fire, we have to differentiate. This fire Jesus is talking about is different from the Old Testament fire Elijah brought. നമ്മൾ ഈ തീയെ പറ്റി പഠിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ തീ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഏലിയ കൊണ്ടുവന്ന തീ അല്ല യേശുവിടെ പറയുന്ന തീ എന്ന് പറയുന്നത്. Hallelujah. Hallelujah. That is the second part. We can ask that later. But the first part we need to understand what is Jesus is talking about. I wish it were kindled now. യേശു പറയുകയാണ്, ഇപ്പോൾ തന്നെ ആ തീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. So it is not there. അപ്പോൾ അത് അവിടെ ഇല്ല. So when is this fire is going to come? എപ്പോഴാണ് ഈ തീ വരാൻ പോകുന്നത്? Now you go to Acts chapter 2. Acts, book of Acts. Apostle Pravartana. Book of Acts chapter 2. Now you go to Acts chapter 2. There it is mentioned. Acts chapter 2 verses 2. പെന്തക്കോസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. Verse 3. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ
അവർ Acts ഓരോ chapter 2 verse 3. Yeah. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ Yeah. തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി Divided അവൻ കണ്ടു. tongues as of fire appeared among them. See, this is the arrival of the fire. ഹല്ലേലൂയ. ഇതാണ് തീയുടെ വരവ്. Jesus was wishing it before, യേശു ഈ തീ അന്ന് വന്നിരുന്നെങ്കിലും ആഗ്രഹിച്ചിരുന്നു, but it did not. പക്ഷെ അത് വന്നിട്ടില്ല അന്നും. But when it is coming, എപ്പോഴാണ് ഇത് വരുന്നത്? in the day of Pentecost, പെന്തക്കോസ്ത് ദിവസമാണ് വരുന്നത്. in the day of Pentecost, പെന്തക്കോസ്ത് ദിവസമാണ് ഇത് വരുന്നത്. when disciples were sat together in the upper room, മാളിക മുകളിൽ ശിഷ്യന്മാർ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നപ്പോൾ the divided tongues as of fire. തീയുടെ അഗ്നി നാവുകൾ അവരുടെ മേൽ വന്നു. ഓ ഹല്ലേലൂയ. Read that verse again. This is Acts chapter 2 verses 3. Divided tongues as of fire appeared among them. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. So there we are seeing the zeal has been increased of the disciples. ശിഷ്യന്മാരുടെ ഉള്ളിൽ തീഷ്ണത വർദ്ധിക്കുന്നത് നമ്മൾ അവിടെ കാണുകയാണ്. Understand? ഇതാണ് ഈശോ ആ സമയത്ത് അങ്ങനെ പറയാനുള്ള കാരണം. This is what Jesus is pointing now. Now you are sleeping disciples. Yes. Even if I am encouraging you to pray with me sometime in the Garden of Gethsemane, Yes. you are unable to pray. Instead of praying, you are snoring. നേരവും കിടന്നുറങ്ങുക, രക്തം വേർത്ത് പ്രാർത്ഥിക്കുമ്പോഴും When I am sweating blood, you are falling into the sleeping, into the sleeping, snoring. So they were not zealous for God, because the fire has not come. Understand? യേശു ഗെത്സമനിൽ ഉണർന്നിരുന്ന് തീഷ്ണതയോടെ അഗാധമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിമിഷം പോലും ശിഷ്യന്മാർ മാറിക്കിടന്ന് ഉറങ്ങുകയാണ്. Because they were not, that fire has not come. കാരണം അവരിൽ ആ യേശുവിൽ ഉണ്ടായിരുന്ന തീ അവരിൽ വന്നിരുന്നില്ല. Hallelujah. ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങളിൽ മരം കോച്ചുന്ന തണുപ്പത്ത് ബ്ലഡ് വരുവോളം വിയർക്കണമെന്നെങ്കിൽ എത്ര തീക്ഷ്ണമായ ഒരു തീയാണ് ഈശോയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ Jesus had that fire. ഈശോയ്ക്ക് ആ തീ ഉണ്ടായിരുന്നു. യേശുവിന് ആ തീ ഉണ്ടായിരുന്നു. From that fire only Jesus prayed in the midst of his pain. അത്രയും വലിയ പീഡ വേദനയുടെ നടുവിൽ The mental torture what Jesus went through that night was unexpressible. യേശു കടന്നുപോയ മാനസിക ടോർച്ചർ അല്ലെ മാനസിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനോ പറയാനോ പോലും But he പറ്റത്തില്ല. was able to pray. പക്ഷെ അതിന്റെ നടുവിലും യേശുവിന് പ്രാർത്ഥിക്കാൻ But സാധിച്ചു. Jesus was able to pray. യേശുവിനോട് പ്രാർത്ഥിക്കാൻ But സാധിച്ചു. think about the disciples. എന്നാൽ ശിഷ്യന്മാരെ പറ്റി ചിന്തിക്കണം. They were unable to pray അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. because they were not that zeal. That zeal comes from the fire. അവർക്ക് ആ തീഷ്ണത അവരിൽ വന്നിട്ടില്ലായിരുന്നു. That fire is connected to the Holy Spirit. ആ തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. Then another question will Pramod brother will ask. Okay, ഇപ്പൊ തീ വരുമ്പോ എങ്ങനെയാണ് അപ്പൻ അമ്മയ്ക്കെതിരാകുന്നത്? You can ask. എങ്ങനെയാണ് മകൻ പിതാവിനും പിതാവ് മകനും എതിരാകുന്നത്? So now the same after the second part is the same question is rising that when the fire comes, how can be a son against father, mom against mother against the daughter? How can this Holy Spirit fire can we do that like that? Hallelujah. That's the second question. Yes. So this is already said by Jesus. ഇത് യേശു പറഞ്ഞ കാര്യങ്ങളാണ്. In my name, എന്റെ നാമത്തിൽ everyone will hate you. എല്ലാവരും നിങ്ങളെ വെറുക്കും. Everyone will hate you എല്ലാവരും എന്റെ നാമത്തിൽ നിങ്ങളെ വെറുക്കും. because of my name. എന്റെ നാമം കാരണം. There Jesus caught everybody who is in the list. അവിടെ യേശു ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഇതിലേക്ക് ചേർക്കുകയാണ്. Father, അപ്പൻ, എന്റെ നാമനിമിത്തം, for my name's sake. Father, son, father, position. എന്റെ നാമത്തിൽ അപ്പൻ, Field. അമ്മ, മകൻ, ജോലി, എല്ലാ കാര്യങ്ങളും. In Luke it says wife also. ലൂക്കാസ് സുവിശേഷത്തിൽ ഭാര്യയെ ഉൾപ്പെടെ യേശു ഉൾപ്പെടുത്തി. Everyone will hate you. എല്ലാവരും നിങ്ങളെ വെറുക്കുമെന്നാണ് യേശു പറഞ്ഞത്. മരുമകള് Yes. Jesus already told this. സാധാരണ ഒരു കുടുംബത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ ബന്ധങ്ങളും തമ്മിലുള്ള ആ ഒരു ഭിന്നിപ്പ്. When you are truly following Jesus, this is very important. When you are truly following Jesus, within your family there will be a split.
സത്യമായി യഥാർത്ഥമായി നിങ്ങൾ യേശുവിനെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ ഭിന്നിപ്പുണ്ടായിരിക്കും. Father will not understand you. അപ്പനെ നിങ്ങളെ മനസ്സിലാവണമെന്നില്ല. Mother will not understand you. അമ്മയ്ക്ക് നിങ്ങളെ മനസ്സിലാവണമെന്നില്ല. Father will say, oh, he went somewhere in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവൻ എവിടെയോ പോയി. Mother will say, not doing any homely affairs, he is doing every morning somewhere for the prayer. This is Matthew's Gospel, 10 verses 22. മത്തായിയുടെ സുവിശേഷം. And you will be hated by all. That all includes mother, father, mother-in-law, daughter-in-law, brothers, sisters, all of my name. എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വലാലും ദീക്ഷിക്കപ്പെടും. See that verse, Matthew 10 verses 22. 10 verses 22. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. Hallelujah. ഹല്ലേലൂയ. And you will be hated by all because of my name. എന്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദേഷിക്കപ്പെടും. You will be hated by all. സർവ്വരാലും ദേഷിക്കപ്പെടും. That all includes കുടുംബത്തിലുള്ള ഭാര്യ, ഭർത്താവ്, that all പിതാവ്, includes മക്കള്, father, mother, brother, sister. മരുമകൾ. So what Jesus bought? എന്താണ് യേശു ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്? Division. ഭിന്നിപ്പ്. Understand? Where is division comes, you need to understand that point very well. എവിടെയാണ് ഭിന്നിപ്പ് വരുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. When you are speaking against their will. അവരുടെ ഇഷ്ടത്തിന് ആഗ്രഹങ്ങൾക്കെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഭിന്നിപ്പുണ്ടാവുന്നത് അവിടെ. Hallelujah. Hallelujah. So who bought the peace? Who bought the division? ആരാണ് ഇപ്പോൾ ഭിന്നിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്? There was no issue before. അതിനു മുമ്പ് അവിടെ ഒരു For പ്രശ്നമില്ലായിരുന്നു. example, I will tell you like this. Peter was a fisherman. പത്രോസ് മുക്കുവനായിരുന്നു. Yeah, Peter was a fisherman before. He was doing this job for many years. വർഷങ്ങളായിട്ട് ഈ മീൻ പിടിക്കാൻ പോകുന്ന ജോലിയായിരുന്നു പത്രോസിനുണ്ടായിരുന്നത്. He was very happy with his brothers. അവന്റെ സഹോദരമായിട്ട് വളരെ നല്ല രമ്യതയിലായിരുന്നു. He was very happy with his wife. ഭാര്യയായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു. Mother-in-law. അമ്മായിയമ്മയായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു. With everyone he was very happy. എല്ലാവരുമായിട്ട് വളരെ രമ്യതയിലായിരുന്നു. Over a night, ഒരൊറ്റ രാത്രി കൊണ്ട് Jesus asked him to follow him. യേശു വന്നിട്ട് പറഞ്ഞു എന്നെ പിന്തുടരാൻ പറഞ്ഞു. Now Peter is following Jesus. ഇപ്പോൾ പത്രോസ് യേശുവിനെ അനുഗമിക്കുകയാണ്. If you give this mic to Peter's wife, ഇപ്പോൾ ഈ മൈക്ക് പത്രോസിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ Peter's wife's comment will be irresponsible husband. പത്രോസിനെ പറ്റി പത്രോസിന്റെ ഭാര്യ പറയുന്നത് ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താവ് എന്നായിരിക്കും പറയുന്നത്. If giving this mic to the mother-in-law, അമ്മായിയമ്മയ്ക്കാണ് ഈ മൈക്ക് കൊടുക്കുന്നതെങ്കിൽ, oh, my daughter had fallen into a great mistake by marrying this Peter, the guy. അമ്മായിയമ്മ തലയ്ക്ക് കൈവച്ചിട്ട് പറയും പത്രോസിന് വിവാഹം കഴിച്ചതാണ് എന്റെ മകളുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ അപകടം എന്നുള്ളത്. Hallelujah. Hallelujah. Then I'm asking this question. അപ്പോഴാണ് ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. Who bought the division? ആരാണ് ഈ ഭിന്നിപ്പ് കൊണ്ടുവന്നത്? Before he had no issue. ഇതിനു മുന്നേ അവന് ഒരു പ്രശ്നം He was ഉണ്ടായിരുന്നില്ല. catching the fish and selling it അവൻ മീൻ പിടിക്കുന്നു, വിൽക്കുന്നു, and doing all the homely affairs. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. No problem. ഒരു പ്രശ്നവുമില്ല. Who bought the division now? ആരാണ് ഈ ഭിന്നിപ്പ് കൊണ്ടുവന്നത്? Jesus bought the division. യേശുവാണ് ഈ ഭിന്നിപ്പ് കൊണ്ടുവന്നത്. Hallelujah. 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 But this division will be division only when you receive the fire. ഈ ഭിന്നിപ്പ് എന്ന് hallelujah. പറയുന്നത് Otherwise you will be a sleeping Christian. ഒരു വിഷയവും ഐക്യം ഉണ്ടാവും. Understand? Yes. മനസ്സിലായോ നിനക്ക്? Yes, yes, എന്നാ പറ. ഈ ഭിന്നിപ്പെന്ന് പറയുന്നത് ഭിന്നിപ്പിന് ബലം ഉണ്ടാവുന്നത് തന്നെയും നമ്മളിൽ ആ തീ വരുന്നത് വരെ ഉള്ളൂ. തീ വരുന്നതിനാലാണ്. തീ വരുന്നതിനാലാണ് ഈ ഭിന്നിപ്പ് ഉണ്ടാവുന്നത്. അവരെ you are loving them and loving Jesus, no division will come. അവരെ സ്നേഹിച്ച് യേശുവിനെ സ്നേഹിച്ച് ഒരുപോലെ പോയാൽ ഒരു ലോകത്ത് അധ്വാനിച്ച് ലോകത്തുള്ളവരെ സ്നേഹിച്ച് ഉള്ളതൊക്കെ I'm going for the mass, that's enough, that's more than enough. Instead of all those you are doing, but at the same time, when you share a message in the WhatsApp group about Jesus, hey, who is that preacher who you are sharing these days one link in the status and in the WhatsApp group? That will make the division within that WhatsApp group. We got many emails saying, brother, we got division in our family group because we shared your video in our family group.
I told them, you are in the right track. Translate, man. അപ്പോൾ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. എന്നാൽ ഒരു ദിവസം ഒരു പ്രാർത്ഥന ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീഡിയോ, നമ്മുടെ ഒരു വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ നമ്മുടെ സ്വന്തം കുടുംബത്തിന്റെ ഗ്രൂപ്പിലെ വീഡിയോ അയച്ചു കൊടുക്കുമ്പോഴേക്കും അവിടെ ഈ പ്രശ്നം ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും പലപ്പോഴും ഞാൻ എനിക്കിങ്ങനെ ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും ചുമ്മാ ഇങ്ങനെ ഞായറാഴ്ച പള്ളിയിൽ പോയി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ജോലിയൊക്കെ ചെയ്ത് നാട്ടുകാരോടൊക്കെ കൂട്ടുകൂടി സാറ് പറഞ്ഞ് നടക്കണം, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചുകൂടെ തീഷ്ണതയോടെ ദൈവസ്നേഹത്തെ പ്രതി 7 o'clock you are going into the town and gossiping. No issue. ഒരു വിഷയമില്ല. No division. No division. Yes. If you are discussing about the news, yesterday's news, tomorrow's news, some masala if you add in the news also, no problem. വൈകുന്നേരം പോയിരുന്ന കൂട്ടുകാരുമായിട്ട് സൊറ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. But that 7 o'clock, if you go to somebody and share about Jesus, okay, division. എന്നാൽ അതേ 7 മണിക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് പോയി യേശുവിന്റെ നാമത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭിന്നിപ്പുണ്ടാവും. Then this is my question to Joby. What Jesus brought now? അപ്പോൾ Peace or ഇതാണ് ചോദ്യം, യേശു എന്താണ് കൊണ്ടുവന്നത്? സമാധാനമോ ഭിന്നിപ്പോ? Peace or division? ഡിവിഷൻ. Division. This is what we read there. Yes. Hallelujah. You got the answer? Yes. Huh? Yes. This division will be caused only for those who have zeal and zealous for God. അപ്പൊ ഈ ഭിന്നത ദൈവത്തിന് വേണ്ടിയുള്ള തീഷ്ണത ഉള്ളവർക്ക് മാത്രമാണ് ഉണ്ടാവുന്നത്. If you are not getting the division within you, you are a sleeping Christian. നിങ്ങളിൽ ഈ ഒരു തീഷ്ണത വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ഉറങ്ങുന്ന ശിഷ്യന്മാരെ പോലുള്ള കത്തോലിക്കൻ അല്ലെങ്കിൽ ക്രിസ്ത്യനാണ്. Hallelujah. Hallelujah. The fire has to come. ആ തീ നമ്മളിൽ വരണം. The fire has to come. തീ നമ്മളിൽ വരണം. The fire. Yes. Oh, they were very bold after receiving the fire of the Holy Spirit. പരിശുദ്ധാത്മാവെന്ന അഗ്നിയെ സ്വീകരിച്ചതിന് ശേഷം അവർ വളരെ ധൈര്യപൂർവ്വമാണ് പ്രസംഗിച്ചത്. That's what we read in Book of Acts. അതാണ് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചത്. When they see the boldness of apostles, അപ്പോസ്തലന്മാരുടെ ധൈര്യം അവർ കണ്ടപ്പോൾ they came to know they were with Jesus. അവർക്ക് മനസ്സിലായി അവർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവരാണെന്ന്. Hallelujah. 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 Saint Peter. അതേ പത്രോസ്, He was betraying Jesus 3 times in front of the slave and the servant and the place, the resting place where they were getting heat. You remember, right? Saint Peter. ഇതേ പത്രോസ് തന്നെയാണ് വേലക്കാരുടെ മുന്നിലും അടിമയുടെ മുന്നിലും യേശുവിനെ തള്ളി പറഞ്ഞത് 3 പ്രാവശ്യം. Yes. What happened in between? ഇതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത്? Fire came. ആമേൻ. Oh, hallelujah. ഹല്ലേലൂയ. Fire came. Hallelujah. Fire. Hallelujah. Unless and until that fire comes, ആ തീ നിങ്ങളിൽ വരുന്നത് വരെ Oh, hallelujah. you will be a sleeping Christian. നിങ്ങൾ ഒരു ഉറങ്ങുന്ന ക്രിസ്ത്യാനിയായിരിക്കും. No division. ഒരു ഭിന്നിപ്പുമില്ല. No problem. ഒരു പ്രശ്നവുമില്ല. No allegation against you. നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. No one is against you. ആരും നിങ്ങൾക്കെതിരെ No ഉണ്ടാവില്ല. one is fighting against you. നിങ്ങൾക്കെതിരെ ആരും വഴക്കടിക്കാൻ You will വരികയില്ല. not hear one allegation even. നിങ്ങളെ പറ്റി Single ഒരു allegation. പ്രശ്നവും നിങ്ങൾ കേൾക്കില്ല. When you stand for Jesus, എന്നാൽ യേശുവിന് വേണ്ടി നിൽക്കാൻ ഒരുങ്ങുന്ന സമയം, when you preach Jesus, യേശുവിനെ നിങ്ങൾ പ്രസംഗിക്കാൻ ഒരുങ്ങുന്ന സമയം, when you witness Jesus, യേശുവിനെ സാക്ഷിയായി നിങ്ങൾ ഭൂമിയുടെ അതിർത്തിയിൽ വരെ ഒരുങ്ങാൻ there comes the division. അവിടെയാണ് ഭിന്നിപ്പുണ്ടാവുന്നത്. Split, അവിടെ ഭിന്നിപ്പുണ്ടാവും, deviations, ഭിന്നിപ്പുണ്ടാവും, allegations, പ്രശ്നങ്ങളുണ്ടാവും, unnecessary talks, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളുണ്ടാവും, gossipings against you. ഗോസിപ്പുകളുണ്ടാവും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. But remember, എന്നാൽ ഓർക്കണം, you got the fire. നിങ്ങൾക്കാണ് തീ കിട്ടിയിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. That fire, ആ തീ, Hallelujah. that fire ആ തീ Hallelujah. will make everyone against you. എല്ലാവരെയും നിങ്ങൾക്ക് എതിരാക്കും. This will make you a martyr for Jesus. ഈ യേശുവിന് വേണ്ടിയുള്ള രക്തസാക്ഷിയായി നിങ്ങളെ മാറ്റുവാ. This will make a martyr for Oh, Jesus. hallelujah. രക്തസാക്ഷിയാക്കി ഈ തീ നിങ്ങളെ മാറ്റും. This is what Jesus is saying. I wish this fire were already kindled. ഇതാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ യേശു പറയുന്നത്, ഇപ്പോൾ തന്നെ ആ തീ കത്തി ജ്വലിച്ചിരുന്നെങ്കിലെന്ന്. He wished that. അവന്റെ ആഗ്രഹമായിരുന്നു അത്. Jesus wanted to see that. യേശുവിന്റെ കണ്ണിന്റെ മുന്നിൽ കാണണമെന്ന് But ആഗ്രഹമായിരുന്നു. he did not see. പക്ഷേ യേശുവിന് അത് കണ്ടില്ല. But after receiving the Holy Spirit, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് they ശേഷം received the fire. Hallelujah. Acts chapter 2 verses 3. Hallelujah. Acts chapter 2 verses 3. അപ്പോസ്തലന്മാർ 2:3 പറയുന്നത് When പോലെ they were together in
Suddenly, like a wild wind. ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു ശബ്ദം കേട്ടു. Oh, hallelujah, hallelujah. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Acts chapter 2, divided tongues of fire appeared among them. അവരുടെ മേൽ അഗ്നിനാവുകൾ പോലുള്ള അഗ്നിനാവുകൾ പോലെ വന്നു നിൽക്കുന്നവർ കണ്ടു. And a tongue rested on each of them. അവരുടെ ഓരോരുത്തരുടെ മേൽ ആ നാവ് വന്നു നിന്നു. A new tongue they received. അവർ പുതിയ ഭാഷ സ്വീകരിച്ചു. A new tongue they received. അവരുടെ ഒരു പുതിയ നാക്ക് അവർ സ്വീകരിച്ചു. New tongue they ഒരു received. പുതിയ നാവ് അവർക്കുണ്ടായി. That new tongue started speaking a new language. ആ പുതിയ നാവ് അവർക്ക് പുതിയ ഭാഷ കൊടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. Fire! Name of Jesus. Fire! യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. This is what Jesus said. For your advantage only, I got to the Father. When I got to the Father, another counselor, comforter, the Paracletos will come. What happened? The Paracletos come. When the Paracletos come, he will baptize you with the fire. ഇതാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നതാണ് നല്ലത്. ഞാൻ പോയി കഴിയുമ്പോൾ എന്റെ പിതാവിന്റെ അടുത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായകനെ അയക്കും. അവൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കുകയും പഠിപ്പിക്കുകയും പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. No division. If there is no division, അവിടെ ഭിന്നിപ്പില്ലെന്നുണ്ടെങ്കിൽ you have to rethink whether you are in the right track or not. നിങ്ങൾ വീണ്ടും ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ കറക്റ്റ് ആയുള്ള ട്രാക്കിലാണോ പോകുന്നത്, Whether you are in the right track or not. നിങ്ങൾ ശരിയായ ദിശയിലാണോ പോകുന്നത്, നിങ്ങളൊന്ന് ചിന്തിക്കണം. Oh, my mother-in-law is working with me. എന്റെ അമ്മായിയമ്മ എന്നോടൊപ്പം, My daughter-in-law is working with me. എന്റെ മരുമകൾ എന്നോടൊപ്പം ജോലി ചെയ്യുന്നു. My son is working with me. എന്റെ For the മകൻ Lord, for the Lord, for the Lord. യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി. You have to rethink. നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം, Am I in the right track or not? ഞാൻ ശരിയായ ദിശയിലാണോ പോകുന്നത് ചിന്തിക്കണം. Son will speak against the father. മകൻ അപ്പനെതിരെ സംസാരിക്കും. Daughter-in-law will speak against the mother-in-law. മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരെ സംസാരിക്കും. നമുക്ക് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളിലേക്ക് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ സമുദായത്തിലോ ആര് തന്നെ നമുക്ക് എതിർത്താലും അപ്പസ്തോലന്മാരുടെ അതേ ജീവിതശൈലിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനും ലോകത്തിലുള്ള ഏത് വിഷയങ്ങളെയും നിസ്സാരമായിട്ട് അതിജീവിക്കാനുള്ള ഒരു പവർ, അത് ആ അഗ്നിയുടെ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. അതിലൂടെ നമുക്ക് ജീവനെ പോലും പുല്ലുപോലെ വലിച്ചെറിയുവാൻ നമുക്ക് അതിനുള്ളൊരു ശക്തി, അഭിഷേകമാണ് നമ്മളിലേക്ക് വന്നത്. But Brother Pramod was saying, when you receive the fire of the Holy Spirit, whatever the opposition, whatever the circumstances, trials that comes on your way, nothing can stop you. You will be unstoppable. You will be unstoppable because you got a fire. That fire cannot be quenched. That fire cannot be defeated. That fire will be leading you to a zealous for God. I am ready to even die for you, Lord Jesus. Amen. Anything I'm ready to suffer. Hallelujah. Even my father forsake me, I don't care. Hallelujah. Even my mother forsake me, I don't care. Hallelujah. Even my brother forsake me, I don't care. Hallelujah. Hallelujah. I don't mind what they speak. Hallelujah. Hallelujah. I will speak about Jesus. Hallelujah. 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 I will stand for Jesus. ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും. That's the fire. അതാണ് തീ എന്ന് പറയുന്നത്. That's the fire. അതാണ് തീ എന്ന് പറയുന്നത്. Okay, let's ask the second question. What is the fire difference between the fire? What question you would like to ask about the fire? അപ്പം ഈ തീ വരുമ്പോൾ ഭിന്നിപ്പുണ്ടായി നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഭിന്നിപ്പോൾ ഉണ്ടാക്കുന്നു. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഏലിയ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി നായകൻ കൊണ്ടുവന്ന തന്റെ പടയാളികളെ കൊല്ലുന്നതായിട്ട്. അപ്പം ആ തീ എന്താണ്, ആ അഗ്നി എന്താണ് അവിടെ പറയുന്നത്? Can I ask in English also so that the English? Okay. Yeah. So in the Old Testament we are seeing Elijah praying to the heaven, and when the fire is coming and all the people Where it is in the Old Testament? Where it is in the Old Testament? In 2 King 1 chapter 1. 2 രാജാക്കന്മാർ 1:9 മുതൽ. Okay, read in Malayalam and English. രാജാവ് 50 പേരുടെ ഗണത്തെ നായകനോടൊപ്പം ഏലിയായുടെ അടുത്തേക്ക് അയച്ചു. Okay. മലമുകളിലിരുന്ന ഏലിയായുടെ നായകൻ പറഞ്ഞു, ദൈവപുരുഷ ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു. 1:9. 2 King 1:9. Okay. ഏലിയ പ്രതിവചിച്ചു,
ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തു നിന്ന് അഗ്നി ഇറക്കി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിച്ച് കളയട്ടെ. ആകാശത്തു നിന്ന് അഗ്നി ഇറക്കി അവരെ ദഹിപ്പിച്ചു. So the second king, chapter 1:9 says, then the king sent to him a captain of 50 with his 50 men. He went up to Elijah, who was sitting on the top of a hill, and said to him, O man of God, the king says, come down. The verse 10 says, but Elijah answered the captain of 50, if I am a man of God, let fire come down from heaven and consume you and your 50. Then fire come down from heaven and consumed him and his 50. So, what is the question, Brother Joby, here? അപ്പം എന്താണ് എലൈജ പ്രാർത്ഥിക്കുമ്പോൾ വന്ന തീ എന്താണ്? ആളുകളെ കൊല്ലുന്ന തീ എന്താണ്? ആ തീയും യേശു പറഞ്ഞ തീയും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് തമ്മിൽ ഒന്നാണോ? Ask in English also. So whether the same fire is coming in the Old Testament when we are looking into 2 King chapter 1, Elijah praying and the fire coming from the heaven and killing all the peoples who came with the captain. So the same, whether the same spirit is the Jesus speaking there here, and the same, whether the same spirit is working in the Elijah also. So this is a very relevant question. When we are, Jesus said, I will bring the fire to the earth. So we will misunderstand this is the fire of judgment, like Elijah did in 1 King, 2 King 1 chapter 1 verses 9. This misunderstanding is possible there. Translate. അപ്പം നമ്മൾക്ക് വിചാരിക്കുകയാണ് ഇപ്പം ഇതേ തീ തന്നെയാണോ അവിടെ വരുന്നത് എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവുകയാണ്. Okay, read this portion. This is Luke chapter 9 verses 55. ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Luke chapter 9 verses 54. Luke chapter 9 verses 54. I will tell you the context now. Jesus is passing Samaria, but Samaritan want Jesus to stay back. Where? In Samaria. But Jesus is going where? Jerusalem. Okay. Now disciples, no, if you read from verse number 52, maybe it's very clear. Is it? 51. Yeah, 51. You can read. സമരിയാക്കാരുടെ തിരസ്കാരം. തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകുവാൻ. So Jesus want to go when the days draw near for him to taken up to heaven. അവൻ തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ചു. He set his face to go to Jerusalem. Okay. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയയുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. So verse 52 and 53. Yeah. He sent messengers ahead of him. അവൻ ജെറുസലേമിലേക്ക് പോകുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. 53. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി 54 ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അവൻ തിരിഞ്ഞ് when his disciples James and John saw it, they said, Lord, do you want us to command fire to come down from heaven and consume them? So listen very carefully. This is Brother Joby's question. Is this the same fire Jesus is bringing down like Elijah brought the fire? I'm telling you that the fire that Elijah brought is very different. It's not the fire Jesus brought. എലിയ കൊണ്ടുവന്ന തീയും യേശു കൊണ്ടുവന്ന തീയും തമ്മിൽ ഒരു ബന്ധവുമില്ല, രണ്ടും രണ്ടാണ്. Hallelujah. Listen very carefully. Okay, then you will be understanding. Now Jesus is passing to Samaria. യേശു ഇപ്പോൾ സമരിയ വഴി പൊക്കോണ്ടിരിക്കുകയാണ്. But Samaritans want Jesus to stay back. സമരിയക്കാർക്ക് യേശു അവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹം. But Jesus has to reach